ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിന്ന് വൈൽ ലൂപ്പിന്റെ 7th ക്വസ്റ്റ്യൻ ആണ് നോക്കാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ ഞാനൊന്ന് വായിക്കാം. ഹൗ ടു ഫൈൻഡ് ദ ഫാക്ടോറിയൽ ഓഫ് എ നമ്പർ യൂസിങ് എ വൈൽ ലൂപ്പ് ഇൻ പൈത്തൺ. അതായത് നമ്മൾ ഒരു നമ്പറിനെ ഇൻപുട്ട് ചെയ്ത് കൊടുക്കും, അപ്പോൾ ആ നമ്പറിന്റെ ഫാക്ടോറിയൽ കണ്ടുപിടിക്കും. സിമ്പിൾ ആയിട്ടൊരു കോഡാണ്. കോഡിലോട്ട് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇൻപുട്ട് ചെയ്യാനുള്ള ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ നമ്പർ എന്ന് പറഞ്ഞൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യും. നമ്പർ ഈസ് ഈക്വൽ ടു ഇൻറ്റ് ഓഫ് ഇൻപുട്ട് ഓഫ് enter the number ഓക്കെ. ഇൻപുട്ട് ചെയ്യാനുള്ള വേരിയബിൾ ക്രിയേറ്റ് ചെയ്തെടുത്ത് നെക്സ്റ്റ് ഫാക്ടോറിയൽ എന്ന് പറഞ്ഞൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യണം. ഫാക്ടോറിയൽ ഈസ് ഈക്വൽ ടു 1 എന്നും പറഞ്ഞ് അസൈൻ ചെയ്ത്, അതായത് ഫാക്ടോറിയൽ 1 കൊടുക്കാൻ കാരണം എന്താണെന്ന് ഞാൻ പിന്നീട് താഴോട്ട് കോഡ് റൈറ്റ് ചെയ്ത് തരുമ്പോൾ പറഞ്ഞുതരാം. പിന്നെ നമ്മൾ ഫാക്ടോറിയൽ കൊടുത്തു, പിന്നെ ഐ എന്ന് പറഞ്ഞൊരു വേരിയബിൾ കൊടുത്തു. അതായത് എവിടെ നിന്നിട്ട് സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ ആ ഒരു രീതിയിൽ നമ്മൾ ഐ ഈക്വൽ ടു 1 എന്ന് കൊടുത്തു. എന്നിട്ട് വൈൽ ലൂപ്പിലോട്ട് പോകും. വൈൽ ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു നമ്പർ ആയിരിക്കണം. അതായത് നമ്മൾ ഈ കൊടുക്കുന്ന നമ്പറിനെക്കാളും ഐ സ്റ്റാർട്ട് ചെയ്യുന്നത് 1. അപ്പൊ 1 ആദ്യം വരും. ലെസ് ദാൻ ഓർ ഈക്വൽ ടു നമ്പർ ആണെന്ന് നോക്കും. അതായത് ഇതിന്റെ കോമൺ ആയിട്ട് ലോജിക് എന്ന് പറയുമ്പോൾ, നമ്മൾ സാധാരണ ഒരു ഫാക്ടോറിയൽ എടുക്കുമ്പോൾ പണ്ടൊക്കെ പഠിച്ചിട്ടുള്ളതെന്ന് പറയുമ്പോൾ ഇപ്പൊ 8ന്റെ ഫാക്ടോറിയൽ എടുക്കണം. അപ്പൊ 8ന്റെ ഫാക്ടോറിയൽ എടുക്കുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതി നോക്കുന്നത്? 8 ഇൻറ്റു, അതായത് റിവേഴ്സ് എഴുതി നോക്കും. 8 ഇൻറ്റു 7 ഇൻറ്റു 6 ഇൻറ്റു അങ്ങനെ റിവേഴ്സ്. അപ്പൊ നമ്മൾ ഇവിടെ ലോജിക് എന്ന് പറയുമ്പോൾ ഇവിടെ സ്ട്രൈറ്റ് അങ്ങ് എഴുതി നോക്കും. 1 മുതൽ 8 വരെ എഴുതി നോക്കും. അതൊന്ന് ചിന്തിച്ചാൽ. അപ്പൊ ഇവിടെ ആദ്യം 1നെ എടുക്കും. അപ്പൊ 1 8നെ, ഇപ്പൊ 8 നമ്മൾ നമ്പർ കൊടുക്കുന്നത് വെച്ചാൽ 8 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 8 കറക്റ്റ്. അപ്പൊ അടുത്ത കോഡിലോട്ട് ഇനിഷ്യേറ്റ് ആവും. അതായത് അടുത്ത കോഡിലോട്ട് അത് പോകും. അടുത്ത കോഡ് നമുക്ക് എഴുതാം. അതിൽ ഐ എഴുതി, ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു നമ്പർ എഴുതി. അത് കഴിഞ്ഞിട്ട് അങ്ങനെ ആണെങ്കിൽ, ആ ഒരു കോഡ് കറക്റ്റ് ആവുകയാണെങ്കിൽ നമുക്ക് എങ്ങോട്ട് വരണ്ടേ? നമ്മുടെ ഐ ഫാക്ടോറിയൽ ഈക്വൽ ടു ഫാക്ടോറിയൽ സ്റ്റാർ, അതായത് മൾട്ടിപ്ലൈ ഫാക്ടോറിയൽ ഇൻറ്റു ഐ. അതായത് ഈ കൊടുക്കുന്ന ഐ എന്ന് പറഞ്ഞ നമ്പർ, അതായത് ഐ 1 ആണ്. 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു നമ്പർ, നമ്മൾ കൊടുക്കുന്ന നമ്പറിന്റെ കാര്യം ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണെന്ന് നോക്കും. എന്നിട്ട് അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞ വേരിയബിളിനകത്തോട്ട് വീണ്ടും വരും. എന്നിട്ട് ഫാക്ടോറിയൽ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അത് ഞാൻ നേരത്തെ പറഞ്ഞാൽ ഫാക്ടോറിയൽ 1 എന്തിനാ കൊടുത്തതിന് ഒരു ഡൗട്ട് വരുമെന്ന് ചിലർക്കെങ്കിലും വന്നതാണ്. ഫാക്ടോറിയൽ 1 കൊടുക്കുക എന്ന് പറയുമ്പോൾ ഈ നമ്മൾ കൊടുക്കുന്ന ഐ, അതായത് ഐ എത്രയാണ് നമ്പറിന് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വരെ ആണ് നോക്കുന്നത്. അതായത് ഇപ്പൊ 1 നമ്മുടെ ഇവിടുത്തെ ഫാക്ടറി ഇപ്പൊ 1 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. 1 ഇൻറ്റു 1 1 ആവും. ഓക്കെ, എന്ന് വെച്ചാൽ ആ ഒരു നമ്പർ വരെ നമ്മൾ കൊടുക്കുന്ന നമ്പറിന്റെ കാര്യം ലെസ് ദാൻ ഓർ ഈക്വൽ ടു, അതായത് നമ്പർ എത്തുന്നിടം വരെ ഇങ്ങനെ 1 2 3 4 വൈൽ ലൂപ്പിനകത്തോട്ട് ഐട്രേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഫാക്ടോറിയൽ കൊടുത്ത് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓരോന്നോരോന്ന് വെച്ച് പോകണമല്ലോ. അതായത് ഓരോ നമ്പർ വെച്ച് ഐട്രേറ്റ് ചെയ്ത് പോകണം. അപ്പൊ അതിന് ഐ നമുക്ക് ഇൻക്രിമെന്റ് ചെയ്ത് കൊടുക്കണം. ഐ ഈക്വൽ ടു ഐ പ്ലസ് 1. എന്നിട്ട് ഐ ഇൻക്രിമെന്റ് ചെയ്ത് ഓക്കെ, എന്നിട്ട് ലാസ്റ്റ് പ്രിന്റ് ഓഫ് കൊടുക്കണം. പ്രിന്റ് ഓഫ് ഫാക്ടോറിയൽ. ഓക്കെ, നമ്മുടെ കോഡ് ഫിനിഷ് ആയി. അപ്പൊ ഒന്നുകൂടെ ഞാൻ കോഡ് പറയാം. ആദ്യം നമ്മൾ നമ്പർ ഇൻപുട്ട് ചെയ്തെടുക്കാനുള്ള വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. പിന്നെ ഫാക്ടോറിയൽ 1 എന്ന് പറഞ്ഞ് അസൈൻ ചെയ്തു. ഐ എന്ന് പറഞ്ഞൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്ത് 1 എന്ന് കൊടുത്തു. ഓക്കെ, എന്നിട്ട് വൈൽ ലൂപ്പിനകത്ത് ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു നമ്പർ ആണോ എന്ന് ചെക്ക് ചെയ്യാം. അതായത് ഐ എന്ന് പറഞ്ഞ 1 ആദ്യം എടുക്കും. ആ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു നമ്മൾ കൊടുക്കുന്ന നമ്പർ ആണോ എന്ന് ചെക്ക് ചെയ്യും. അപ്പൊ നമ്പർ 8ഓ 4ഓ 4 അസ്യൂം ചെയ്യും. 4 അസ്യൂം ചെയ്യുമ്പോൾ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 ആണോ എന്ന് നോക്കും. ഓക്കെ, 1 ഇവിടെ ഇനിഷ്യേറ്റ് ആവും. ഫാക്ടോറിയനകത്ത് 1 ഇൻറ്റു 1 ഫാക്ടോറിയൽ നമ്മൾ അസൈൻ ചെയ്തത് 1 ആണ്. അതേസമയം ഫാക്ടോറിയൽ 0 കൊടുത്താൽ മൊത്തത്തിൽ 0 ആയി പോകത്തുള്ളൂ. നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എല്ലാ വാല്യൂ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു നമ്പർ എന്ന രീതിയിൽ നമ്മൾ 1 കൊടുത്തു. ഓക്കെ, 1 കൊടുത്തു. 1 ആയിട്ട് മൾട്ടിപ്ലൈ ആയി. വീണ്ടും അത് താഴെ പോകും. ഐട്രേഷൻ നടക്കും. അതായത് നെക്സ്റ്റ് 1 + 1 2 ആവും. ഐ ഇപ്പൊ ഓൾറെഡി 1 ആണ്. അപ്പൊ ഇവിടെ ഐ താഴോട്ട് വരും. ഐ അതായത് 1 + 1 ആണ്. 2 വീണ്ടും മേളിൽ പോകും.
വൈൽ ലൂപ്പിനകത്ത് വരും. വീണ്ടും ഫാക്ടോറിയലിനകത്ത് നോക്കും, അതായത് ഫാക്ടോറിയൽ ഇൻറ്റു ഐ നോക്കും. അങ്ങനെ മൊത്തം പ്രിന്റ് ആയി കഴിഞ്ഞ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നമ്പർ ആവുന്ന വരെ പ്രിന്റ് ചെയ്തിട്ട് ഫാക്ടോറിയൽ പ്രിന്റ് ചെയ്യും. ഇത് നമുക്ക് കോഡ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, നമ്പർ 4. ഓക്കെ, നമുക്ക് ഫാക്ടോറിയൽ കിട്ടുന്നു. 4ന്റെ ഫാക്ടോറിയൽ 24, അതായത് 4 ഇൻറ്റു 3 12, 12 ഇൻറ്റു 2 24. കറക്റ്റ് ആണ്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു.